ഗുഡ് ഈവനിങ്. നമുക്കൊന്ന് ഓർഗനൈസേഷൻ കൾച്ചറും ഓർഗനൈസേഷൻ ചേഞ്ച് എന്താണെന്ന് നോക്കാം. ഇത് നമ്മുടെ മൊഡ്യൂളിലെ ലാസ്റ്റ് മൊഡ്യൂളാണ്. അപ്പം വാട്ട് ഈസ് ഓർഗനൈസേഷൻ ചേഞ്ച്, ഹൗ ഇറ്റ് ഈസ് ഹാപ്പനിങ്, എങ്ങനെ അതിനോട് ബന്ധപ്പെട്ട് റെസിസ്റ്റൻസ് ഉണ്ടാവാം, അത്തരം കാര്യങ്ങളൊന്ന് വളരെ ബ്രീഫായിട്ട് വി വിൽ ഡിസ്കസ് ടുഡേ. ഇപ്പം what is an organization change? Organization change is a movement of an organization from one state of affair to another. Organization change may take many forms. It may involve a change in company's structure, strategy, policies, procedure, technology, or culture. ഒരു സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സിന് അനദർ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സിലേക്ക് ഒരു ഓർഗനൈസേഷൻ മാറുന്നതിനെയാണ്, ചേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓർഗനൈസേഷൻ ചേഞ്ച് എന്ന് പറയുന്നത്. ഓർഗനൈസേഷൻ ക്യാൻ ടേക്ക് പ്ലേസ് മെനി ഫോംസ്. പല രീതിയിൽ നമുക്ക് ഓർഗനൈസേഷൻ ചേഞ്ച് ഉണ്ടാവാം. ഒരു കമ്പനിയുടെ സ്ട്രക്ചർ, ഓർഗനൈസേഷൻ സ്ട്രക്ചർ മാറുകയാണ്. ഇപ്പൊ സപ്പോസ് സിഇഒ, ചെയർമാൻ, മാനേജിംഗ് ഡയറക്ടർ, മാർക്കറ്റിംഗ് മാനേജർ, ഫൈനാൻസ് മാനേജർ, IT മാനേജർ, HR മാനേജർ, ഇങ്ങനെയൊക്കെയുള്ള സ്ട്രക്ചർ. ഇപ്പൊ മാർക്കറ്റിംഗ് സ്ട്രക്ചർ തന്നെ സ്പ്ലിറ്റ് ആയിട്ട് അഡ്വർടൈസിങ് ഡിപ്പാർട്ട്മെന്റ് വേറെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ HR തന്നെ ലേബർ വെൽഫെയർ എന്ന് പറഞ്ഞിട്ട് വേറെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കും. അപ്പൊ ഇങ്ങനെ സ്ട്രക്ചറിൽ വരുമ്പോൾ മാറ്റം അവിടെ സ്ഥാപനത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും. പിന്നെ സ്ട്രാറ്റജി മാറുമ്പോൾ നാച്ചുറലി ദർ ഇസ് എ ചേഞ്ച് ഇൻ ദി ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ പോളിസീസ് മാറുമ്പോൾ ഒരു ഗവൺമെന്റുകളൊക്കെ നമുക്കറിയാം, അവരുടെ മാനുഫാക്ചറിങ്ങിന്റെ ഇപ്പൊ മൾട്ടിനാഷണൽ കമ്പനിയൊക്കെ ആകുമ്പോൾ അവരുടെ പോളിസീസിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ കമ്പനിയുടെ മാറ്റങ്ങൾ ഉണ്ടാക്കുക. അതുപോലെ തന്നെ പ്രൊസീജിയർ, ദ വേ ഓഫ് ഓപ്പറാൻഡി, എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്, അത് ഇനി ഭാവിയിൽ എങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ പ്രൊസീജിയറിൽ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ഭയങ്കര ഓർഗനൈസേഷനിൽ മാറ്റങ്ങൾ ഉണ്ടാവും. അതേമാതിരി ടെക്നോളജി, വളരെ ഇപ്പം ഏറ്റവും അധികം ഓർഗനൈസേഷൻ ചേഞ്ചിന് കാരണം ഒന്നാണ് ഈ ടെക്നോളജി എന്ന് പറഞ്ഞത്. കാരണം ഇന്നത്തെ ടെക്നോളജി എല്ലാം നാളെ ഉപയോഗിക്കുന്നത്, മറ്റന്നാൾ എന്താണെന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ടെക്നോളജി വളർന്ന് മാറ്റം വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ടെക്നോളജിയുടെ ഫാസ്റ്റ് ആയിട്ട് വളരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ സ്ഥാപനത്തിന് മാത്രം ഈ ചേഞ്ചിൽ നമുക്ക് മാറി നിൽക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ പണ്ടത്തെ എന്തെങ്കിലും സാധനം, പണ്ടത്തെ ക്വാളിറ്റിയിലാണ്. ഇപ്പൊ ഒരു കാർ എടുക്കൂ, ഒരു റെഫ്രിജറേറ്റർ എടുക്കൂ, അല്ലെങ്കിൽ ഒരു എനി ടൈപ്പ് ഓഫ് എനിത്തിങ് വി ക്യാൻ ടേക്ക്, അതൊക്കെ പണ്ടത്തെ ആ രീതി തന്നെയല്ലേ ഇപ്പൊ വീട് തന്നെ എടുക്കും. അപ്പൊ എന്താ വെച്ചാല് അതിന്റെ ടെക്നോളജിയും അതിന്റെ ഒക്കെ ഇന്നോവേഷനും ഒക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ മാറ്റങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ കൾച്ചറിൽ ഉണ്ടാവുന്ന മാറ്റം. ഇപ്പോൾ ഓർഗനൈസേഷനിൽ ഇപ്പോൾ ഒരു ഓർഗനൈസേഷനാണ്, ഇപ്പൊ അതിൽ മലയാളികൾ മാത്രം വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ആ സ്റ്റേജ് ആവില്ല പിന്നെ മറ്റു രാജ്യക്കാരും കൂടെ അവിടെ വന്നത്. ഇപ്പൊ കേരളത്തിലെ പല സ്ഥാപനങ്ങളും പല കൺസ്ട്രക്ഷൻ ഫീൽഡിലൊക്കെ കൾച്ചറൽ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. കാരണം ബംഗാളികളും തമിഴന്മാരും മറ്റു സ്റ്റേറ്റിൽ നിന്നുള്ള ആളുകളൊക്കെ വന്നപ്പോൾ അതിന്റെ ഒരു വർക്ക് കൾച്ചർ മാറി. നിങ്ങൾ ഫോറിനിലൊക്കെ പോയാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഒരു സ്ഥാപനത്തിൽ ഇപ്പൊ അതിന്റെ മാർക്കറ്റിംഗ് മാനേജർ ഒരു പക്ഷേ ഒരു റഷ്യക്കാരനാണെന്ന് വിചാരിക്കുക, റിസപ്ഷനിസ്റ്റ് ഒരു ഫിലിപ്പീനായിരിക്കാം, അതിന്റെ അക്കൗണ്ടന്റ് ഒരു മലയാളി ആയിരിക്കും, ഇങ്ങനെ അതിന്റെ ഓണർ ചിലപ്പോൾ ഒരു അറബി ആയിരിക്കാം. അപ്പൊ സാധാരണ നമ്മുടെ മിഡിൽ ഈസ്റ്റിലൊക്കെ ഉള്ള ആൾക്കാരുടെ ഒരു കമ്പനികളുടെ ഒരു സിസ്റ്റം. അപ്പൊ അങ്ങനെ ആകുമ്പോൾ അവിടെ കൾച്ചറലിന്റെ ഒരു വൈവിധ്യം തന്നെ ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ടും അത് ഒക്കെ ഈ ഓർഗനൈസേഷൻ ചേഞ്ചിനെ ഇപ്പം മാറും. ഇപ്പൊ മാനേജ്മെന്റ് മാറുകയാണെങ്കിൽ അവര് ആളുകളെ മാറ്റും, അപ്പൊ ആ ഓർഗനൈസേഷൻ കൾച്ചറിനെ മാറും. ഒരു ഇംഗ്ലീഷ് കമ്പനി ഒരു വേറെ നാഷണാലിറ്റിയിലുള്ള ആളുകളെ ഏറ്റെടുക്കുകയാണെങ്കിൽ അവരുടെ എംപ്ലോയീസിനെ കൂടുതൽ വെക്കും, ആ കൾച്ചറിൽ മാറ്റം ഉണ്ടാവും. അപ്പൊ അങ്ങനെ പല രീതിയിലും സ്ട്രക്ചറും സ്ട്രാറ്റജി, പോളിസീസ്, പ്രൊസീജിയർ, ടെക്നോളജി, കൾച്ചർ, ഇതൊക്കെ ഒരു ഓർഗനൈസേഷന് മാറ്റങ്ങൾ ഉണ്ടാക്കാം. ഇനി ഈ ചേഞ്ച് ഏതൊക്കെ നമുക്കൊന്ന് നോക്കാം. വൈഡ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ വൈഡ് ചേഞ്ച് എ ലാർജ് സ്കെയിൽ ട്രാൻസ്ഫോർമേഷൻ ദാറ്റ് എഫക്ട് ദി ഓവറോൾ സ്ട്രക്ചർ ഓഫ് ദി കമ്പനി. ഈ വൈഡ് ചേഞ്ച് എന്ന് പറയുമ്പോൾ മൊത്തം കമ്പനിയുടെ സ്ട്രക്ചറിനെ ബാധിക്കുന്ന ഒന്നിനെയാണ് നമ്മൾ വൈഡ് ചേഞ്ച് എന്ന് പറഞ്ഞത്.
അതുപോലെ തന്നെ ട്രാൻസ്ഫോർമേഷണൽ ചേഞ്ച്, ഇത് ഒരു മൊത്തം ട്രാൻസ്ഫോർമേഷൻ, മൊത്തം ആ സിസ്റ്റം തന്നെ മാറി വേറെ ലെവലിലേക്ക് മാറും. പിന്നെ പേഴ്സണൽ ചേഞ്ച്, വ്യക്തികളൊക്കെ മാറുമ്പോൾ ഉണ്ടാവുന്ന ചേഞ്ച്, അൺപ്ലാൻഡ് ചേഞ്ച്, റെമഡിയൽ ചേഞ്ച്. ഇതൊന്ന് അൺപ്ലാൻഡ് ചേഞ്ച് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഉണ്ടാവുന്ന മാറ്റങ്ങൾ, അൺഎക്സ്പെക്റ്റഡ് ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മുടെ സ്ഥാപനത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഇപ്പൊ പെട്ടെന്ന് ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടായി, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ചേഞ്ച് ഉണ്ടായി, ഇത് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ സ്ഥാപനത്തിലും അതിന്റെ റിഫ്ലക്ഷൻ ഉണ്ടാവും, അവിടെ ചേഞ്ച് ആവശ്യമായി വരും. പിന്നെ റെമഡിയൽ ചേഞ്ച്, എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ നിർബന്ധിതരാകും. ഇപ്പൊ നമ്മള് ഏറ്റവും നല്ല ഉദാഹരണമാണ് കൊറോണ കാലത്ത് നമ്മൾ ചെയ്തിരുന്നത്. ഓർഗനൈസേഷൻ കൾച്ചർ മൊത്തം മാറി, എക്സിസ്റ്റിംഗ് സ്റ്റൈല് തകർന്ന് തരിപ്പണമായി തന്നെ പറയാം. ഇപ്പൊ വർക്ക് ചെയ്യണത്, വർക്ക് ഫ്രം ഹോം എന്നുള്ള സംഭവമൊക്കെ വളരെ റയറായിരുന്നു. അപ്പൊ അത് മാറി, അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു മാറ്റം അവിടെയാണ്. അങ്ങനെ ആ ക്രൈസിസിന്റെ റെമഡി ആയിട്ടാണ് ആ ചേഞ്ച് ഉണ്ടായത്. അവിടെ പുറത്തിറങ്ങാൻ പറ്റാതെ, ആൾക്കാർക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റാതെ, അങ്ങനെയാണ് അവിടെ സംഭവം ഉണ്ടായത്. പക്ഷെ അതിൽ വേറൊരു, അത് അൺപ്ലാൻഡ് ചേഞ്ച് ആണ്, അത് പെട്ടെന്ന് നമ്മൾ പ്ലാൻ ചെയ്തതല്ല. അപ്പൊ അങ്ങനെ പല രീതിയിലുള്ള ചേഞ്ച്. ഇതിപ്പോ 5 റീസൺ ഞാൻ പറഞ്ഞേന്നുള്ളൂ. ഇത് നിങ്ങൾ പല ടെക്സ്റ്റ് ബുക്കുകളൊക്കെ റെഫർ ചെയ്യുകയാണെങ്കിൽ ഇഷ്ടംപോലെ ചേഞ്ചുകൾ കാണാൻ പറ്റും. And there are different factors which cause the organization change. Change the government policies, market demand, change the technology. നേരത്തെ പറഞ്ഞ സോഷ്യൽ ചേഞ്ച്, ഫെയിലിയർ, കോമ്പറ്റേറ്റീവ് ഇന്നോവേഷൻ, കോസ്റ്റ് കട്ടിങ്, ഇതൊക്കെ ചേഞ്ചസിന് കാരണമാക്കും. ഗവൺമെന്റ് പോളിസീസ് ചേഞ്ച് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അതിനനുസരിച്ച് ടാക്സ് കൂട്ടി, അപ്പോൾ വില കൂട്ടേണ്ടി വരും. ടാക്സ് കുറച്ച് വില കുറക്കാൻ നമുക്ക്, മറ്റുള്ള കോമ്പറ്റീറ്റീവ്സ് ഒക്കെ വില കുറക്കുമ്പോൾ നമുക്ക് വില കുറയ്ക്കേണ്ടി വരും. അതുപോലെ മാർക്കറ്റിലെ ഡിമാൻഡിൽ വ്യത്യാസം വന്നു. അപ്പൊ പെട്ടെന്ന് ഇപ്പൊ നമ്മൾ കൊറോണ തന്നെ നമുക്ക് എക്സാമ്പിൾ കൊണ്ടുപോകാം. ഒരു ഡിമാൻഡും ഇല്ലാത്ത പല സാധനങ്ങളും ഭയങ്കര ഡിമാൻഡായി, വളരെ ഡിമാൻഡ് ഉണ്ടായിരുന്ന പല സാധനങ്ങൾക്കും ഒരു ഡിമാൻഡ് ഉണ്ടായിരുന്നില്ല. 2020 അന്ന് സ്കൂളുകളൊക്കെ അടച്ച് ഫുള്ള് ക്ലാസ്സുകള് പിന്നെ ഓൺലൈൻ ആയല്ലോ. ആ സമയത്ത് അന്ന് ഈ കണക്കാക്കിയിരുന്ന ആളുകൾ, ഈ കൊട കമ്പനിക്കാരും, അംബ്രല, അതേപോലെ ബുക്ക്, ജോമെട്രി, ഇങ്ങനത്തെ ഒക്കെ ഉള്ള ആളുകൾ, അവരൊക്കെ ഈ അംബ്രല കമ്പനികളൊക്കെ ഒരു കൊല്ലത്തിന്റെ അവരുടെ ബിസിനസ് ജൂൺ ജൂലൈയിലാണ് നടക്കുക. അപ്പൊ അവരത് മുൻകൂട്ടി കണ്ടിട്ട് പ്രൊഡക്ഷൻ ഒക്കെ നടത്തിയിട്ട് ആ സമയത്ത് എന്ത് സംഭവിച്ചു, ഒരു ബിസിനസ്സും ഇല്ലാണ്ടായിപ്പോയി. അത് പിന്നെ അവരൊക്കെ ലോൺ എടുത്തിട്ടൊക്കെ പർച്ചേസ് ഒക്കെ നടത്തിയിട്ട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടെങ്കിൽ ഭയങ്കര പ്രശ്നത്തിലേക്ക് അവർ നീങ്ങി. അതേമാതിരി ബസ് കമ്പനികൾ, ടൂറിസ്റ്റ് കമ്പനികളൊക്കെ. അപ്പോൾ ഇതിനൊക്കെ അനുസരിച്ച് നമ്മുടെ ഓർഗനൈസേഷനിൽ മാറ്റം വരും. പിന്നെ ചേഞ്ച്, ടെക്നോളജി, നേരത്തെ പറഞ്ഞു തന്നെ ടെക്നോളജി നമ്മളെ സംഭവങ്ങളെ വളരെയധികം മാറ്റുന്ന ഒരു സംഭവം. ടെക്നോളജി ഇന്ന് വളരെ റെലവെന്റ് ആണ്. സാമൂഹികമായിട്ട് ചേഞ്ച്, സോഷ്യലായിട്ട് ഉണ്ടാവുന്ന എനി ടൈപ്പ് ഓഫ് സോഷ്യൽ ചേഞ്ചസ്. ഇപ്പൊ നമ്മളിവിടെ കേരളത്തിൽ തന്നെ വർക്ക് കൾച്ചറിനൊക്കെ ഭയങ്കര മാറ്റം വരുത്തിയ സംഭവമാണ് എക്സ്പാട്രിയേറ്റ് ആയിട്ടുള്ള ആളുകൾ ഇവിടേക്ക് വരുന്ന പല സ്റ്റേറ്റിൽ. മറ്റു പല രാജ്യങ്ങളിലും മലയാളികൾ ചെന്നിട്ട് ഇപ്പോ ലണ്ടനിലൊക്കെ പോയാൽ അവിടെ മലയാളികളെ കൊണ്ട് നിൽക്കാനും ഇരിക്കാനും വയ്യാത്ത അവസ്ഥയായി എന്ന് പറയും. ഒരു സോഷ്യൽ ചേഞ്ച് അവിടെ. ഇനിയിപ്പോ അവർ റെസിസ്റ്റൻസ് കൊണ്ടുവരും, കാരണം കണ്ടമാനമുള്ള ആൾക്കാർ പോയിട്ട് അവരുടെ ഒരു കൾച്ചറിനൊക്കെ അത് ബാധിച്ചു തുടങ്ങി. പിന്നെ ഇതുണ്ടാവുന്ന, ഇപ്പൊ ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന ഭയങ്കര നഷ്ടം, ഫെയിലിയർ ഒക്കെ നമുക്ക് പിന്നെ ഓർഗനൈസേഷൻ ചേഞ്ച് ഉണ്ടാക്കാം. അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് ഇന്നോവേഷൻ, പുതിയ കാര്യങ്ങളും ഇന്നോവേറ്റീവ് കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ ശരിക്കും എന്ത് വേണം, മാറ്റങ്ങൾ ഉണ്ടാവണം. മാറ്റങ്ങൾ ഇതൊക്കെ കൊണ്ടുവരുമ്പോൾ സാധാരണമായിട്ട് മാറ്റങ്ങളും അതിന്റെ കൂടെ തന്നെ വരും. അപ്പൊ നമ്മൾ അതിനെ പ്രിപ്പയർ ആവണം. പിന്നെ കോസ്റ്റ് കട്ടിങ്, ചെലവ് കുറക്കണമെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടായ ആൾക്കാരുടെ എണ്ണം കുറക്കേണ്ടി വരും, വർക്ക് ലോഡിൽ വ്യത്യാസം വരും, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. പിന്നെ മാനേജ്മെന്റ്, എങ്ങനെ നമ്മൾ ചേഞ്ച് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. പ്രിപ്പയർ ദി ഓർഗനൈസേഷൻ ഫോർ ചേഞ്ച്. ഓർഗനൈസേഷൻ നമ്മൾ അതിനെ ചേഞ്ചിന് പ്രിപ്പയർ ആക്കുക എന്നുള്ളതാണ്. ഇപ്പൊ മാറ്റത്തിന് നമ്മൾ എംപ്ലോയീസിനൊക്കെ നമ്മളൊരു മാറ്റം വരുന്നുണ്ട്, അതിന് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവണം എന്ന് പറഞ്ഞ് അവരതിന് ചേഞ്ച് ചെയ്യണം. അത് പലപ്പോഴും പല രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇപ്പം ആളുകൾക്ക് എങ്ങനെയായാലും റെസിസ്റ്റൻസ് ആണ് ആളുകൾക്ക് ഇഷ്ടം, അല്ലെങ്കിൽ ഹ്യൂമൻ നേച്ചർ അങ്ങനെയാണ്. അപ്പോൾ അതിന് ആളുകളെ, നമ്മളെ സ്റ്റാഫിനെ, എംപ്ലോയീസിനെ അതിനനുസരിച്ച് നമ്മൾ പ്രിപ്പയർഡ് ആക്കണം. എ ക്രാഫ്റ്റ് എ വിഷൻ ആൻഡ് പ്ലാൻ ഫോർ ചേഞ്ച്. എങ്ങനെ നമ്മൾ ഈ ചേഞ്ച് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മളൊരു ഒരു പ്രപ്പോസൽ ഉണ്ടാക്കണം, ഒരു വിഷൻ നമുക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ ഈ ചേഞ്ചസ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണം.
അതും പ്രശ്നം. ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. വെറുതെ ഡിസ്കസ് ചെയ്യുമ്പോൾ അത്ര പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പണ്ടൊക്കെ കമ്പ്യൂട്ടറൈസേഷൻ ഒക്കെ വരുമ്പോൾ സമയത്ത് വലിയ പ്രശ്നമാണ്. ഭയങ്കര എതിർപ്പ് വന്നിരുന്നു ആളുകളിൽ തന്നെ. കമ്പ്യൂട്ടർ വന്നാൽ ആളുകൾക്ക് പണി പോകും, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും. പിന്നെ എംബഡ് ചേഞ്ചസ് വിത്ത് കമ്പനി കൾച്ചർ ആൻഡ് പ്രാക്ടീസ്. അതുപോലെ തന്നെയാണ് ഈ കമ്പനിയുടെ ഈ ചേഞ്ചസിനെ കമ്പനി പോളിസീസുമായിട്ടും കമ്പനി പ്രാക്ടീസിനായിട്ടും കമ്പനി കൾച്ചറായിട്ടും നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നങ്ങളിലേക്ക് നയിക്കും. പ്രോഗ്രസ് നമ്മൾ നല്ല ചേഞ്ച് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളതിന്റെ പ്രോഗ്രസ്സും നമ്മൾ റിവ്യൂ ചെയ്യണം. അപ്പൊ ഇതിന്റെ ഒരു ഇത് നോക്കാം. എങ്ങനെയാണ് ചേഞ്ച് ഐഡന്റിഫൈ ഫോർ ചേഞ്ച്, ഡിറ്റർമിനേഷൻ ഓഫ് എലമെന്റ് ഓഫ് ചേഞ്ച്. ഇങ്ങനെയാണ് അതിന് നീഡ് ഫോർ ചേഞ്ച്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ മാറ്റം ഉണ്ടാക്കുന്നത്? വെറുതെ മാറ്റം ഫോർ ഇറ്റ്സ് ഓൺ സേക്ക് അല്ല. അതിനുവേണ്ടി മാറ്റത്തിന് വേണ്ടിയല്ല. ഒരു സ്ഥാപനത്തിൽ ഒരു മാറ്റം ആവശ്യം ഉണ്ടെങ്കിൽ അത് എന്തിനു വേണ്ടിയിട്ട് ഈ ചേഞ്ച് ഉണ്ടാവണം. പിന്നെ ഡിറ്റർമിനന്റ് എലമെന്റ്സ് ടു ബി ചേഞ്ച്. എന്തൊക്കെയാണ് ചേഞ്ച് ചെയ്യേണ്ടത്? അങ്ങനെ ഒരു നീഡ് ഉണ്ടെങ്കിൽ അത് എന്തൊക്കെയാണ് ചേഞ്ച് ചെയ്യേണ്ടത്? പ്ലാൻ ഫോർ ഇഫക്റ്റീവ് ചേഞ്ച്. അങ്ങനെ ചേഞ്ചിന്റെ നീഡ് നമ്മൾ മനസ്സിലാക്കി, ഇന്ന എലമെന്റ് ഒക്കെ ചേഞ്ച് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാക്കി. അടുത്തത് എന്താ വെച്ചാൽ പ്ലാനിങ് ഫോർ ഇഫക്റ്റീവ് ചേഞ്ച്. അപ്പോൾ ചേഞ്ച് ഇഫക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കണം. അസസിങ് ചേഞ്ച് ഫോഴ്സസ്. അപ്പൊ എങ്ങനെ ചേഞ്ച് ഫോഴ്സ് എങ്ങനെയൊക്കെ അസസ് ചെയ്യണം? ആക്ഷൻ ഫോർ ചേഞ്ചസ്, അൺഫ്രീസിങ്, ചേഞ്ചിങ് ആൻഡ് റീഫ്രീസിങ്. ആക്ഷൻ ഫോർ ചേഞ്ച് എന്ന് പറയുമ്പോൾ ഇതിൽ 3 ടേം: അൺഫ്രീസിങ്, ചേഞ്ചിങ് ആൻഡ് റീഫ്രീസിങ്. ഇത് ജസ്റ്റ് ഇതൊക്കെ വൈഡായിട്ട് പല പല സ്ഥലങ്ങളും യൂണിവേഴ്സിറ്റിയിലും ഡിസ്കസ് ചെയ്യാനാണ്. നമ്മളിപ്പോ ജസ്റ്റ് ആ വാക്കുകൾ മനസ്സിലാക്കി. അൺഫ്രീസ് എന്ന് പറഞ്ഞാൽ ചേഞ്ചിന് മുന്നേ ഉള്ള ആ സ്ട്രക്ചറിലൊക്കെ ഒന്നൊരു ഇതുണ്ടാവാം, ഒരു മാറ്റം വരുത്തുക, അല്ലെങ്കിൽ ഒന്ന് ഫ്രീ ആക്കുക. എന്നിട്ട് ചേഞ്ച്, എന്നിട്ട് റീഫ്രീസിങ്. റീഫ്രീസിങ് എന്ന് പറഞ്ഞാൽ പുതിയ ഒരു ലോകത്ത്, പുതിയ ഒരു ചേഞ്ച്ഡ് ആയിട്ടുള്ള ആ ഓർഗനൈസേഷനിൽ പിന്നെ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാക്കിയെടുക്കുക. ഇപ്പൊ ഉള്ള സംഭവം ഒന്ന് അൺഫ്രീസ് ചെയ്യുക, ഒന്ന് ഫ്രീ ആക്കുമ്പോൾ പിന്നെ എന്നിട്ട് അവിടെ ചേഞ്ച് ഉണ്ടാക്കാം. അതിനുശേഷം റീഫ്രീസ് ചെയ്യും. പിന്നെ ഓർഗനൈസേഷൻ ഇനേഷ്യ. ഇത് ശരിക്കും പറഞ്ഞാൽ ഓർഗനൈസേഷൻ ഇനേഷ്യ എന്ന് പറയുമ്പോൾ ചേഞ്ച് ഉണ്ടാവുമ്പോൾ അതിന് റെസിസ്റ്റൻസ് ഉണ്ടാവും. ഓർഗനൈസേഷൻ ടെൻഡൻസി ഓഫ് ആൻ ഓർഗനൈസേഷൻ ആസ് എ ഹോൾ റെസിസ്റ്റ് ചേഞ്ച് വാട്ട് ടു മെയിൻറ്റെയിൻ ദി സ്റ്റാറ്റസ്. എപ്പോഴും ആളുകൾക്ക് മാറ്റം ഇഷ്ടപ്പെടില്ല, മാറ്റങ്ങൾ ഇഷ്ടപ്പെടില്ല. അപ്പൊ ഒരു അങ്ങനെയൊക്കെ പോയാൽ മതി എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആവും എപ്പോഴും ഉണ്ടാവും. അപ്പം മെയിൻറ്റെയിൻ ദി സ്റ്റാറ്റസ് കോ ആണ് ജനങ്ങൾക്ക് എപ്പോഴും, അല്ലെങ്കിൽ എംപ്ലോയീസിന് എപ്പോഴും ആ ഒരു മൈൻഡ് ഉണ്ടാവും. അപ്പോൾ നമുക്കത് മാറ്റത്തിന് റെസിസ്റ്റൻസ്, അതാണ് ഓർഗനൈസേഷൻ ഇനേഷ്യ. കമ്പനീസ് ദാറ്റ് സഫർ ഫ്രം ഇനേഷ്യ ബിക്കം ഇൻഫ്ലെക്സിബിൾ ആൻഡ് കനോട്ട് അഡാപ്റ്റ് ടു എൻവയറമെന്റൽ ഇന്റേണൽ ഡിമാൻഡ് ഫോർ ചേഞ്ച്. എത്ര മാറ്റം ആവശ്യമാണെങ്കിലും ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. അത് മനുഷ്യന്റെ ടെൻഡൻസിയാണ്. പിന്നെ എങ്ങനെ ഈ ചേഞ്ചിന്റെ ഇനേഷ്യ, അത് എങ്ങനെ റെസിസ്റ്റൻസ് ഉണ്ടാവും? അത് എങ്ങനെയൊക്കെ റെസിസ്റ്റൻസ് ഉണ്ടാവും? എങ്ങനെയൊക്കെ റെസിസ്റ്റൻസ് ടു ചേഞ്ച് ഉണ്ട്? ഓർഗനൈസേഷണൽ റെസിസ്റ്റൻസ്. ഓർഗനൈസേഷൻ ഒന്നായിട്ട്, അല്ലെങ്കിൽ അവിടെ എംപ്ലോയീസ് ഒന്നായിട്ട് ഞങ്ങൾക്ക് ഇപ്പൊ മാറ്റങ്ങൾ വേണ്ട, ഇവിടെ കമ്പ്യൂട്ടർ കൊണ്ടുവരേണ്ട, അല്ലെങ്കിൽ പുതിയ വർക്ക് ടൈമിങ്ങിൽ വ്യത്യാസം വരുത്തേണ്ട, അങ്ങനെ പ്രശ്നം ഉണ്ടാവും. ഗ്രൂപ്പ് ആയിട്ടുള്ള റെസിസ്റ്റൻസ്. ഓർഗനൈസേഷൻ മൊത്തമല്ല, അതിൽ ചില ഗ്രൂപ്പുകൾ, ചില ഡിപ്പാർട്ട്മെന്റുകൾ, ചില ക്ലാസ്സുകൾ ഒക്കെ ചേഞ്ച് ഉണ്ടാക്കും. ഇപ്പൊ ഒരു മാറ്റം, ഇപ്പൊ ടൈമിങ്ങിൽ മാറ്റം വരുത്തും, മൊത്തം പോളിടെക്നിക്കിലെ ടൈമിങ്ങിൽ മാറ്റം വരുത്തുകയാണ്. അപ്പൊ എല്ലാ കുട്ടികളും പറയാൻ വേണ്ട, അത് ഓർഗനൈസേഷൻ റെസിസ്റ്റൻസ്. പക്ഷെ ഒരു ക്ലാസ്സിലെ കുട്ടികൾ, അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റിലെ കുട്ടികൾ മാത്രം പറയണം, അത് ഗ്രൂപ്പ് റെസിസ്റ്റൻസ് ആണ്. പിന്നെ ഒരു കുട്ടി പറയണം ഇപ്പൊ മാറ്റം ആവശ്യം, അത് ഇൻഡിവിജ്വൽ ആണ്. അപ്പൊ അങ്ങനെ ഇത് ഓർഗനൈസേഷനിലാണെങ്കിൽ ഇത് അവിടുത്തെ എംപ്ലോയീസ് ആയിരിക്കും. പിന്നെ ആക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ വളരെ സജീവമായിട്ട് അവർ വളരെ പ്രത്യക്ഷമായി തന്നെ പ്രതിരോധിക്കും. പാസീവ് എന്ന് പറഞ്ഞാൽ അത്ര അങ്ങനെയല്ല, കുറച്ച് പാസീവായിട്ടായിരിക്കും. പിന്നെ അഗ്രസീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് റെസിസ്റ്റൻസിനാണ് കൂടുതൽ, ഭയങ്കര ചിലപ്പോൾ വയലന്റ് ആവും, പ്രതിഷേധ പ്രകടനങ്ങളും ബസ് കത്തിക്കലും ഒക്കെ കണ്ടാൽ അതേപോലുള്ള അങ്ങനെയല്ലോ. പിന്നെ സീക്രട്ട് ആയിട്ടുള്ള റെസിസ്റ്റൻസ്, വളരെ രഹസ്യമായിട്ട് പുറത്ത് പറയാതെ, പിന്നെ ഓപ്പൺ ആയിട്ടുള്ള റെസിസ്റ്റൻസ്, അങ്ങനെ പല രീതിയിലും റെസിസ്റ്റൻസ് ഉണ്ടായേക്കാം. പിന്നെ വേറെ സംഭവമാണ് ഓർഗനൈസേഷൻ കൾച്ചർ ഡിഫൈൻസ് എ പ്രോപ്പർ വേ ടു ബിഹേവ് വിത്തിൻ ദി ഓർഗനൈസേഷൻ. ഇത് ശരിക്കും പറഞ്ഞാൽ ഷെയർഡ് വാല്യൂ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ വലിയൊരു ടോപ്പിക്കാണ്, നമ്മൾ ബ്രീഫായിട്ട് ഇത് മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ ആ നോട്ടിൽ 2-3 ഇത് പറയണ്ട, അത് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. Organizational culture defines a proper way to behave within the organization. This culture consists of shared belief and values.
ശരിക്കും പറഞ്ഞാൽ ഓർഗനൈസേഷൻ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷന്റെ ഷെയർഡ് ബിലീഫ് ആൻഡ് വാല്യൂസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദി ലീഡർ ആൻഡ് ദെൻ കമ്മ്യൂണിക്കേറ്റഡ് ആൻഡ് റീഇൻഫോഴ്സ്ഡ് ത്രൂ ദി വേരിയസ് മെത്തേഡ്. അത് ഒരു ഓർഗനൈസേഷന്റെ കോമൺ ഷെയർഡ് വാല്യൂസിനെയാണ് നമ്മൾ ആ ഓർഗനൈസേഷൻ കൾച്ചർ എന്ന് പറയുന്നത്. നമ്മളൊരു ചോദിച്ചപ്പോൾ നമ്മുടെ കൾച്ചർ എന്ന് വെച്ചപ്പോൾ ആ സ്ഥലത്തെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള ആളുകൾ അവിടുത്തെ അവർ പ്രാക്ടീസ് ചെയ്യുന്ന വാല്യൂസും ബിലീഫിനെ നമുക്ക് ഓർഗനൈസേഷൻ കൾച്ചർ എന്ന് പറയാം. And reinforced through the various methods, ultimately shaping employees' perception. ഇത് തന്നെയാണ് എംപ്ലോയീസിന്റെ പെർസെപ്ഷൻ ഉണ്ടാക്കുന്നതും അവരുടെ ബിഹേവിയറും അവരുടെ അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ഇത്തരം ഓർഗനൈസേഷൻ കൾച്ചറിലൂടെയാണ്. ഓക്കെ, താങ്ക് യു.